നമ്മൾ ഇച്ചിരി വെജിറ്റബിൾ കറി വയ്ക്കുകയാണ്. ഞാൻ ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം ഉരുളക്കിഴങ്ങും കൂട്ടത്തിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അരച്ചും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ശക്കല ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇടിച്ചങ്ങ് ചേർത്തതാണ്. നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇടിച്ചിരി അതിന് ചേർക്കും. ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ഉപ്പുപൊടി ചേർക്കുക. അതിനുശേഷം ശകലം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടത് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് രണ്ടാം പാൽ ഞാൻ 2 പ്രാവശ്യം പിരിഞ്ഞുള്ളൂ. അപ്പം രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കുക. നന്നായിട്ട് വേവിച്ചിട്ട് നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് 3-ാം പാൽ ഒഴിച്ച് കടുവറക്കാം. ഞാൻ ഒരു ചെറിയ തേങ്ങ എടുത്ത് അത് പൊട്ടിച്ച് നന്നായിട്ട് തിരുകി അത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പാല് 2-ാം പാൽ ഞാൻ 2 പ്രാവശ്യമേ പിഴിഞ്ഞുള്ളൂ. കാരണം ഒത്തിരി ഞങ്ങൾ ഈ വെജിറ്റബിൾ കറി ഒത്തിരി വേണ്ടാത്തതുകൊണ്ട് കുറച്ചെടുക്കാനായിട്ട് 2 പ്രാവശ്യം പിഴിഞ്ഞ് 2-ാം പാലിട്ട് ഇത് നല്ലതായിട്ട് വേവിച്ച് പറ്റിച്ചെടുത്തതിന് ശേഷം 3-ാം പാൽ ഒഴിച്ച് നമുക്ക് കടുക് വറുക്കാം. മല്ലിപ്പൊടി ചെറിയ ഒരു സ്പൂണിന് 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അത് വഴറ്റി, ചെറിയ സ്പൂണിന് 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി അത് വഴറ്റി അടുപ്പിൽ വെച്ച് 2-ാം പാൽ ഒഴിച്ച് അടച്ച് നമ്മൾ നല്ലതായിട്ട് വയ്ക്കുക. അപ്പോൾ അത് വേകുമ്പോൾ പിന്നെ നമുക്ക് തുറക്കാം. 2-ാം പാൽ വെജിറ്റബിൾ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി 3-ാം പാൽ ഒഴിച്ച് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി നമുക്കെടുക്കാം. കറി റെഡിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കരിവേപ്പിലയൊക്കെ ഇട്ട് ഇനി ലാസ്റ്റിൽ 3-ാം പാൽ ഒഴിച്ച് വാങ്ങി വെച്ചു. ഇനി കടുക് പൊട്ടിക്കാൻ തുടങ്ങുകയാണ്. എണ്ണ ഒഴിച്ച് ചൂടായി നമ്മൾ കടുകിട്ട് ഇട്ട് പൊട്ടിയതിന് ശേഷം കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് അതിടുക. അതൊന്ന് മൂക്കട്ടെ. കടുക് പൊട്ടിച്ചെടുക്കും. നമുക്കൊന്ന് ചെറിയതായിട്ട് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിക്കുക. അപ്പം നമ്മുടെ കറി റെഡിയാകും. നമ്മൾ ലാസ്റ്റിൽ ഇതിലും കുറച്ച് മല്ലിയില ചേർക്കുക.